ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വടകര മർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബഹുജന കൺവെൻഷൻ 14-ന് 3 മണിക്ക് ടൗൺ ഹാളിൽ നടക്കും. ഷാഫി പറമ്പിൽ MP, KK രമ MLA, നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലുള്ളവർ പങ്കെടുക്കും. ഈ രാത്രികാല തുറക്കലും കാര്യങ്ങളും നമ്മുടെ കച്ചവടക്കാരുടെ ഇടയിലേക്ക് ഒരു പ്രസ് ചെയ്ത് പറയണമെങ്കിൽ വടകര പകലുകളിൽ ആൾ വരാൻ സാധിക്കുന്നില്ല, എന്നിട്ടല്ലേ രാത്രി എത്താൻ സാധിക്കുന്നത്. ഈ പകലുകളിൽ ആൾ വരണമെങ്കിൽ ഈ ഒരു നാഷണൽ ഹൈവേ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി വടകര എന്തായി മാറും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ തന്നെ പറ്റും. കാരണം ഈ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എങ്ങനെ വേണം. പിന്നെ പാർക്കിങ്ങിൻ്റെ പ്രശ്നം കിടക്കുന്നുണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡുമായിട്ട് പുതിയ ബസ് സ്റ്റാൻഡിങ്ങിലും അല്ല, നമ്മളെ ലിങ്ക് റോഡ് ബസ് സ്റ്റാൻഡ് അത് എനിക്ക് തോന്നുന്നു പലതവണയായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടതും പലതവണയായിട്ട് നമ്മൾ സമരങ്ങൾ ചെയ്തതുമാണ്. അധികാരികളുടെ മുമ്പിൽ ഇപ്പോഴും ആ വിഷയങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു കാര്യത്തിന് ഏതെങ്കിലും രീതിയിൽ പരിഹാരം കണ്ടാൽ എനിക്ക് തോന്നുന്നു വടകരയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നുള്ളൊരു ഉറപ്പ് വടകര മർച്ചന്റ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഹോട്ടലുകൾ പൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിൽ ചില വിട്ടുവീഴ്ചകൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട്, വിട്ടുവീഴ്ചകളിൽ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ഇനിയും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അത്തരം കാര്യങ്ങളുമായിട്ട്. വിളിച്ച യോഗത്തിൽ നിങ്ങൾ പങ്കെടുത്തപ്പോൾ അതിന്റെ മകാടിന്റെ പ്രതിനിധി എന്നോ പറഞ്ഞ് ഉറപ്പ് തന്നു പറഞ്ഞു. അതെ, ആ ഉറപ്പ് പിന്നീട് അത് പാലിക്കപ്പെടാതെ പോയത് പിന്നീട് എന്തെങ്കിലും ഇടപെടലുണ്ടായോ അത് ചോദിച്ചു. അന്നത്തെ ചർച്ചയിൽ വകാട് കമ്പനിനെ ഇരുത്തി ഞങ്ങൾ എപ്പോൾ തീർത്തരും ഞങ്ങൾ 10 ദിവസം കൊണ്ട് ഇത് തീർത്തരുമെന്ന് പറഞ്ഞു. അന്നേരം ഒരു വാക്കും പറഞ്ഞ് മഴയൊന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെ വാക്കിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇരുന്ന ആളുകൾക്കും ആഡിയോനും അടക്കം എന്തില്ല, താൽക്കാലികം രക്ഷപ്പെടാനൊരു 10 ദിവസം പറഞ്ഞു പോകുന്നുള്ളു. അത് തന്നെ ഇപ്പം പറയാനുള്ളത്. നിങ്ങളിപ്പം അവരെ വിളിക്കുകയും, കാരണം ഈ വിഷയത്തിന് വേണ്ടി പലതവണ ഇടപെടുന്ന ഒരാളെന്നുള്ളൊക്കെ ഞാൻ പറയുക. ഇപ്പം റോഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഞങ്ങൾ ഓടിപ്പോയി അവിടെ മണ്ണ് നീക്കി തരണമെന്ന് പറയും. എനിക്കറിയാം കരിമനപ്പാലം പോലുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ. അന്നേരം അവർ പറയുന്നത്, ഈ വകാട് കമ്പനിക്കാർ ഞങ്ങളോട് പറയുന്ന കാര്യം എന്താ അറിയോ, ഞങ്ങളത് നീക്കിത്തരാം, അതിൻ്റെ പൈസ നിങ്ങൾ വാങ്ങിത്തരണം. ആര് വാങ്ങിത്തരണം? പരാതിക്കാരൻ ആരെടുത്ത് വാങ്ങിക്കണം? അദാനിൻ്റെ അടുത്ത് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ അദാനിൻ്റെ ഓഫീസിലേക്ക് പോകുന്നു, അവിടെ പോയി കുലുമാലുണ്ടാക്കുന്നു. അങ്ങനെ അദാനിക്കാരെ വന്നാൽ പൈസ ആൾ കൊടുക്കുക എന്ന് പറയുന്നത്. ഞങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഓരോരോ പണി നോക്കി ഇടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുള്ളതായിട്ട് ഒരാൾ അങ്ങനെ ബില്ല് വാങ്ങിക്കൊടുക്കായിരിക്കും പണി. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. ഇത് ആര് എന്നുള്ളതാണ് ഒരു പരിഹാരം വേണ്ടേ. ഇതെന്താ ഇത് ബാക്കി എല്ലാ സ്ഥലത്തും എത്ര സുഖമുണ്ട് വരിക. 5:30 മണിക്ക് ഇന്നലെ പുറപ്പെട്ട് 9 മണിക്കാണ് ഇന്നലെ നമ്മളിവിടെ എത്തിയല്ലേ, വണ്ടിയിലെത്തി 9 മണിക്ക്. അപ്പോൾ അതിന് ഉത്തരം പറയാനാണ്, ഉത്തരം വേണം, ഉത്തരം പറയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇത്. അതിലൊരു കാര്യമുള്ളത് പിന്നെ മാതൃഭൂമിൻ്റെ പറയുകയാണെങ്കിൽ നേരത്തെ ഈ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടാകലുണ്ട്. ഓരോ വിഷയങ്ങളും പ്രതികരണം വരുമ്പോൾ ഒരു പുറമേ ആക്കുന്നുണ്ട് വികസന വിരോധികൾ എന്നുള്ളൊരു ഇത് പണ്ട് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടാൽ എന്ത് പ്രശ്നങ്ങളും ആവശ്യങ്ങളായിരിക്കും വരുന്നുണ്ടാകുക. നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് പിന്നെ ഡെലിവറി കഴിയട്ടെങ്കിൽ പ്രസവിച്ച് കിട്ടട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഇല്ല, ശരി, ആ നിർദ്ദേശം നമുക്കൊന്ന് ആലോചിക്കാം. കഴിഞ്ഞ വർഷവും 8 ലക്ഷം രൂപ നഷ്ടം വന്ന് ഈ വർഷം 8 ലക്ഷം. അപ്പം ഒരിക്കലും നടന്ന സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട സംഗതികൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. കാശ്മീർ നിരന്തരമായി ഇടപെടുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല, ഇപ്പോൾ പാർക്ക് ഹോസ്പിറ്റലിന് മുമ്പിൽ വലിയൊരു ഹോസ്പിറ്റലാണ് അത്. ഒരു കിടകം കുഴിച്ചിട്ട് 1.5 കൊല്ലമായി കിടങ്ങ്. പിന്നെ അതിൻ്റെ ഉള്ളുകളിലേക്ക് മറ്റൊന്നും ഞാനിപ്പം പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പല കഥകളുമുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബഹുജന കൂട്ടായ്മയിലൂടെ ഇതിനൊരു പരിഹാരം എടുത്തിരിഞ്ഞു വരണം. ഇത് വകാടല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള കരാറുകാരൻ. ഇത് ഏനുറ്റി ഹൈബ്രിഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഈ അഴിയൂർ മുതൽ വങ്ങളം വരെയുള്ള റീച്ച് കൈകാര്യം ചെയ്ത 2 ഏജൻസികളാണ്. ഒന്ന് പാലോളിപ്പാലം മുതൽ മൂരാട് വരെയുള്ള E5 കൺസ്ട്രക്ഷൻ കമ്പനിയും രണ്ടാമത്തെ അദാനിയുമാണ്. അദാനി 1800 കോടിക്ക് ഇതെടുത്തിട്ട് സബ് കോൺട്രാക്റ്റ് കൊടുത്ത് 950-ന് സബ് കോൺട്രാക്റ്റ് കൊടുത്ത ആളാണ് പിന്നെ ഈ പറയുന്ന വകാട്. അതിൽ അദാനി ഈ പറയുന്ന വകാട് കൂട്ടുകെട്ടിനെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. അത് വലിയ പ്രക്ഷോഭ സമരങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചു വടകരയിൽ. കാരണം ഇത് വടകരയിൽ മാത്രമേ ഇപ്പോൾ ഈ പ്രശ്നമുള്ളൂ. ഈ അഴിയൂർ മുതൽ വങ്ങളം വരെയുള്ള റീച്ച് മാത്രമല്ല, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇവരുടെ റീച്ചിൽ ഇപ്പോൾ വെറും കഴിഞ്ഞ ഇന്നലത്തെ ഒരു കണക്ക് പ്രകാരം ഒരു 44% മാത്രമേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി വർക്ക് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്.
എന്നെപ്പോലുള്ള ആളുകൾ നേരത്തെ ഇപ്പം നമുക്കറിയാം മാതൃഭൂമിയൊക്കെ അത് ഏറ്റെടുത്തൊരു വിഷയമായിരുന്നു. ഇത് 30 മീറ്ററിലാക്കിയിട്ട് ഹൈ സ്പീഡ് പിന്നെ എലിവേറ്റഡ് ഹൈവേ മുകളിൽ കൂടി പോവുകയും സർവീസ് റോഡ് താഴെ കൂടി വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മാതിരി വികസന വിരുദ്ധരാണെന്നൊക്കെ പറഞ്ഞതാണ്. കോട്ടെ അത് വന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് പണ്ടേ പൂർത്തീകരിച്ചായിരുന്നു. ഒരറ്റം മുതൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മേലെ കൂടി പോകുന്ന പിന്നെ റോഡുകൾ മുകളിൽ കൂടെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പോവുകയും താഴെ സർവീസ് റോഡ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്ന പ്രശ്നമില്ല, ഈ മണ്ണിൻ്റെ ഈ പ്രശ്നമില്ല, ഇത് താണു പോകുന്ന പ്രശ്നമില്ല, ആളുകൾക്ക് മുറിച്ച് കടക്കാൻ പറ്റാത്ത പ്രശ്നമില്ല, ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ഈ വലിയ മതിൽ വരുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പഴയ പത്രപ്രവർത്തകർക്കൊക്കെ അറിയാം, പണ്ട് കാലങ്ങളിൽ ഇത് നിരന്തരം വാർത്തയൊക്കെ വന്നതാണ്. പക്ഷേ പോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ 45 മീറ്ററായി. പക്ഷേ ഈ റീച്ച് മാത്രമാണ് ഇത്രയും ദുഷ്കരം കേരളത്തിൽ. ഇപ്പം മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ എൻജിനീയർമാർ ചെയ്യുകയും കരാറുകാർ പണിയെടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇതിപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ഈ പുതിയ ഹൈബ്രിഡ് ANUT മോഡ് എന്ന് പറയുന്ന ഈ രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ, എസ്റ്റിമേറ്റ്, എൻജിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ടോൾ പിരിവ്, മെയിൻ്റനൻസ് എല്ലാം ഒരു 15-20 വർഷത്തേക്ക് ഈ പറയുന്ന കരാറുകാരാണ് ചെയ്യേണ്ടത്. അതാണ് ഈ ഹൈബ്രിഡ് ANUT മോഡ്. അവർ തന്നെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിലെന്താണെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരാളും കൂടെ ഇതിൻ്റെ ഡിസൈൻ പാർട്ടിലുണ്ടാവും. അവരും കൂടെ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പിന്നെ നെയിലിംഗ് എന്നൊക്കെ പറയുന്ന സോയിൽ നെയിലിംഗ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാനതൊന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ വേണ്ട മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല. ഈ പിന്നെ എംബാങ്ക്മെൻറ്റ് ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല. ചുമ്മാ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് ഇത് മഴ പെയ്യുമ്പോൾ താണു പോകുന്നത്. മറ്റ് സംസ്ഥാനം പോലെ അല്ല കേരളത്തിലുള്ള മഴയുടെ പ്രദേശവും മണ്ണിൻ്റെ ഘടനയും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളുടെ സർവീസ് റോഡ് യഥാർത്ഥത്തിൽ 2 വേ ആക്കണം. 2 ഭാഗങ്ങളിലും 2 വേ ആക്കിയിട്ട് സർവീസ് റോഡ് ആക്കണം ഇനിയെങ്കിലും. അതുപോലെ തന്നെ ബസ്സുകൾക്ക് നിർത്താനുള്ള ബസ് ബേ പ്രത്യേകമായിട്ട് പണിയണം. ഇനി എവിടെയെങ്കിലും സ്ഥലം അക്വിസിഷന് ആവശ്യമുണ്ടെങ്കിൽ അത് അക്വയർ ചെയ്യണം. ഈ ഇങ്ങനെ വളരെ കുത്തനെ കട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തിട്ട് അത് ഈ ആളുകളുടെ ജീവൽ സുരക്ഷ, ഈ പിന്നെ പല വീടുകളും ഇതിൻ്റെ മുകളിൽ നിന്ന് എപ്പോഴാണ് ഇടിഞ്ഞ് താഴെ പോകുമെന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് ഈ സർവീസ് റോഡുകൾ ഇരുഭാഗങ്ങളിലേക്കും പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. പ്രത്യേകമായി ബസ് ബേ നിർമ്മിക്കണം. ചില സ്ഥലങ്ങളിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ലാബ് കോൺക്രീറ്റ് ഡ്രെയിനേജിൻ്റെ മുകളിലുള്ള സ്ലാബുകളൊക്കെ പൊളിഞ്ഞു പോവാണ്. ഒരു ബൈക്ക് പോയി കഴിയുമ്പോഴേക്ക് എപ്പോഴാണ് ഇതിലേക്ക് കുഴിയിൽ കുത്തുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിന് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം, അത് സാമ്പ്രദായികമായിട്ടുള്ള നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ആളല്ല. അവരോട് പറയുമ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ഈ പണിയെടുക്കുന്ന ആളുകൾ അവർ ഒരു ഭാഷ അറിഞ്ഞുകൂടാത്ത മാതിരിയാണ് സംസാരിക്കുക. അവരോട് ഇംഗ്ലീഷ് സംസാരിച്ചാലും ഹിന്ദി സംസാരിച്ചാലും മലയാളം സംസാരിച്ചാലും അവർക്ക് ഒരു പ്രതികരണമില്ല. അതേസമയത്ത് ഇതിനൊരു ജനകീയ മോണിറ്ററിങ് വേണം. ഇവിടെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള എൻജിനീയർമാർ, റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകളെല്ലാവരും ഉണ്ട്. അവർ പറയുന്നത് കൂടെ കേട്ടിട്ട് ഇതെങ്ങനെ ഈ ഒരു 2026 പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് ഒരു ജനകീയമായിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റം വേണം. ആളുകളെ വിശ്വാസത്തിലെടുക്കണം, ജനങ്ങൾ പറയുന്ന വിശ്വാസത്തിലെടുക്കണം. ഇനി വടകരയിൽ അങ്ങനെ നടക്കുന്നതില്ലെങ്കിൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഒരു പ്രക്ഷോഭ സമരത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ജനകീയ കൺവെൻഷൻ. അതിനുശേഷം നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സന്നദ്ധ സാമൂഹ്യ സംഘടനകളും ഇതിനോട് യോജിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയാൻ. പ്രായോഗികമാണ്. DPR എങ്ങനെയാണുള്ളത്? DPR അതിൽ 7 മീറ്റർ ആണ് ഉള്ളത്. 7 മീറ്റർ എന്ന് പറഞ്ഞാൽ പല ഭാഗത്തും ഇല്ല. അതെ, അതില്ല. ഇല്ല. 7 മീറ്റർ 3.5 മതി. 3.5 മീറ്ററാണ് വൺ വേ. 3.5 മീറ്ററാണ് വൺ വേ. ഇപ്പോഴ് ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. നമ്മുടെ ചോറോട് ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യം 7 മീറ്റർ, 6 മീറ്റർ, 5 മീറ്റർ, പിന്നെ അവസാനം ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് അത് 2.20 ഉള്ളൂ. അങ്ങനെ തന്നെ പയ്യോളിക്ക് പോകുന്ന ചെറിയുണ്ട്. ബസ് ബേ അഡീഷണൽ സ്ഥലം എടുക്കേണ്ടി വരും. പല സ്ഥലങ്ങളിലും ഈ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത കൊണ്ടാണ് ഇപ്പം ഇവർക്ക് അണ്ടർപാത്ത് വേണം, മറ്റേ മേലെ കൂടി പോകണം, താഴെ കൂടി പോകണം എന്ന് പറഞ്ഞിട്ട് പല റോഡും ചെയ്തതിന് ശേഷം പൊളിച്ചു മാറ്റി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഇവരെ വിഷയം. അപ്പൊ ഇപ്പം വീണ്ടും നമ്മളിപ്പം പോയിട്ട് മറ്റേ ബസ് ബേ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെയും ഡിലേ ആവല് ചെയ്യാം.
അതിലൊക്കെ ഉള്ള പ്രൊവിഷൻ ഇവർക്കുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ കാസർഗോഡ് മുതൽ നിങ്ങൾ വടകര അഴിയൂർ വരെ എടുക്കുന്ന പിന്നെ റോഡ് എടുക്കുക, അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പിന്നെ അണ്ടർപാസും സംഗതിയൊക്കെ കൊടുക്കും. എന്തുകൊണ്ടാണ് വടകര റീച്ചിൽ മാത്രം ഈ പ്രശ്നം? വടകരയിലെ ആൾക്കാർ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം മെയിനായിട്ട്. ഇതിപ്പോ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മടപ്പള്ളി വേണം, മറ്റേ ഇവിടെ അയ്യൂര് വേണം, മറ്റേ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ പയ്യോടി ഈ മറ്റേ തിക്കോടി. വടകര ഇടപെടാത്ത പ്രശ്നമില്ല. കാരണം നേരത്തെ ശേഷമാണല്ലോ ഈ കാര്യം അറിഞ്ഞേ, ഇല്ല ഇതും അറിയണ്ടാവില്ലല്ലോ. അത് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമരം ജനകീയ കൺവെൻഷൻ ചെയ്ത് ഇതിന് വീണ്ടും ആ രൂപത്തിലേക്ക് അതിനുള്ള രീതി പെട്ടെന്ന് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആയി വരുന്നില്ല നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മൾ മുമ്പ് റോഡിൻ്റെ ഇങ്ങനത്തെ നിന്നിട്ടില്ലല്ലോ. ആയി വരുന്നില്ല തിരിഞ്ഞിങ്ങനത്തെ കുഴപ്പങ്ങളുള്ളതെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ബസ് പേമാണ് സമരം. നേരത്തെ ഈ സമരങ്ങളൊക്കെ വികസന വിരോധികൾ തള്ളിപ്പറഞ്ഞതാണ്. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ട്. താൽക്കാലികം മൗനമായിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ആട്ടെ എന്നുള്ള ഇല്ല, ഒന്നും നടക്കൂല എന്നറിയാം. അങ്ങനെയല്ല, അങ്ങനെ പ്രതീക്ഷ കൈവിടണം. നമ്മള് ചെറിയ ബുദ്ധി കാര്യങ്ങളൊക്കെ വർക്ക് തീരാത്തതാണ് മെയിൻ പ്രശ്നം. സംഗതികളിലേക്ക് ഈ സർവീസ് റോഡിന്റെ വീതി കൂട്ടണം, ബസ് വേ വേണമെന്നുള്ള പറഞ്ഞിട്ട് വീണ്ടും പുതിയ 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 കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് ആയി. അപ്പൊ അതാ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഈ വർക്കിന്റെ ഗതി മാറ്റാൻ പിന്നെ സമയത്തിന്റെ വ്യത്യാസം വരുന്നല്ല പറയുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ ഉന്നയിച്ച് ഈ വർക്കിനെ പിന്നെയും ഡ്രാഗ് ചെയ്യാനുള്ള നീക്കാണെന്നല്ല ചോദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും നടക്കണം ആശ്മയ. ഒന്ന് വർക്ക് തീരണം, മറ്റൊന്ന് വർക്ക് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഇനി വരും തലമുറ ഉപയോഗിക്കേണ്ട സ്ഥാനമായത്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഇവരിൽ ഉറങ്ങിയത് ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മർച്ചന്റ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു? എന്തായിരുന്നു ഈ കാര്യങ്ങളല്ലേ ഇത്രയും ഇത് ടൈറ്റായി കിടക്കുന്ന അതല്ലേ നമ്മൾ അതാ പറഞ്ഞത്. മർച്ചന്റ് അസോസിയേഷനിൽ അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ കാര്യമല്ലേ ഇരിക്കുന്നത്. ഏതോ അനുഭവങ്ങളും കാര്യങ്ങളുള്ളവരോ അതുകൊണ്ട് ഇത്രയെങ്കിലും ആയെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മള് വടകര കേന്ദ്രീകരിച്ചിട്ട് വടകരക്കകത്തും പുറത്തുമുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ട് ബന്ധപ്പെടുന്ന പ്രമുഖരായ ഒരു ടീം ഉണ്ടായിരുന്നു. മണൻ മോഹനൊക്കെ ഉള്ള ഒരു ടീമാണ്. ആ ടീം ഇതിന്റെ ഏറ്റവും സെറ്റ് പഠിച്ച് നമ്മളെ വടകരയുടെ പ്രത്യേകത മനസ്സിലാക്കി എല്ലാം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി എടുത്തു കൊടുത്ത് പ്രൈമ ഫേസ് അത് അവർ അംഗീകരിച്ച്. പക്ഷെ വർക്ക് നടത്തും എന്തുണ്ടാകുന്നത് അന്നേരം മനസ്സിലാകുന്നത് മനസ്സിലാണ് ഇത് നടക്കുന്നില്ല. സ്വാഭാവികമായി അന്നേരം നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കേണ്ടത് ചോദിച്ചു. ശരിയാ, ഒച്ചപ്പാടുണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ വരുന്ന ആളുകളോട്, നമ്മുടെ ജനപ്രതിനിധികളോട്, ഉദ്യോഗസ്ഥന്മാരോട് എല്ലാം ഇവർ പറയുന്ന നിങ്ങളെ പറഞ്ഞിട്ടില്ല ചെയ്യാം. പക്ഷെ ചെയ്തു വരുമ്പോൾ അവസാനം മറ്റേത് തന്നെ എല്ലാ സ്ഥലത്തും നടക്കുന്ന അങ്ങനെ നടന്നത്. അതിനിപ്പോ ഏത് രീതിയിലാണ് പ്രക്ഷോഭം കൊണ്ടെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ജനകീയ കൺവെൻഷൻ. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.